നമസ്കാരം, ഇത് IBN മലയാളം. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരവും ആദരവും രാജ്യം നൽകിയിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. ലോകത്തെ വൻകിട സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ഇന്ത്യയെ ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ വേണ്ട സാമ്പത്തിക പരിഷ്കാരങ്ങളും നയങ്ങളും തുടക്കമിട്ടത് മൻമോഹൻ സിംഗ് ആണെന്ന കാര്യം പലർക്കും അറിയില്ല. അതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ അദ്ദേഹം കേട്ട വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണെങ്കിലും അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1990-ന് ശേഷമാണ്. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. ശരിക്കും ഇന്ത്യക്ക് പൂർണ്ണതോതിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 34 കൊല്ലമേ ആകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് എന്ന അന്നത്തെ ധനകാര്യമന്ത്രിയുമായിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ 1947 മുതൽ പിന്തുടർന്നത് ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ, കോടിക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയമായിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റ് USSR, അതായത് ഇന്നത്തെ റഷ്യയിൽ മഴ പെയ്താൽ ജവഹർലാൽ നെഹ്റു ഇവിടെ കുട പിടിക്കുമായിരുന്നു. ബാക്കി പറയണ്ടല്ലോ. USSR ചെയ്തതുപോലെ ഇന്ത്യയിലും പഞ്ചവത്സര പദ്ധതികളുമൊക്കെ നടപ്പാക്കി എല്ലാം സർക്കാരിന്റെ കൈകളിൽ വെച്ച് അവസാനം 1990-കളായപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിലായി. അതായത് ഇറക്കുമതിക്ക് ആവശ്യമായ $1 പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്ത്യ എത്തിച്ചേർന്നു. 1990-കളിൽ USSRും തകർന്നു. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയം പിന്തുടർന്ന ഇന്ത്യയും സാമ്പത്തികമായി തകർന്നു. അന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കടം വാങ്ങാൻ കൈനീട്ടിയപ്പോൾ അതായത് കൊളാട്രൽ സെക്യൂരിറ്റി നൽകിയാൽ ഇന്ത്യക്ക് കടം നൽകാമെന്നായി രാജ്യങ്ങൾ. അന്ന് കടം വാങ്ങാൻ വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ച സ്വർണം ഈയിടെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ചൈനയോടുള്ള യുദ്ധത്തിൽ തോറ്റതിന് ശേഷം ഇന്ത്യ എന്ന രാജ്യത്തിന് ഏറ്റവും വലിയ നാണക്കേടായിരുന്നു ആ സംഭവം. രാജ്യം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ സ്വന്തം പാർട്ടിക്കാരുടെ എതിർപ്പിനെ പോലും അവഗണിച്ചാണ് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു മൻമോഹൻ സിംഗിനെ കേന്ദ്ര ധനമന്ത്രിയായി നിയോഗിച്ചത്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, റിസർവ് ബാങ്ക് ഗവർണർ തുടങ്ങി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെ ബാധിക്കുന്ന മിക്ക രംഗങ്ങളിലും ഉന്നത പദവികൾ വഹിച്ച ശേഷമാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പദത്തിലെത്തുന്നത്. ആഗോള സാമ്പത്തിക ഗതികളെ അടുത്തറിഞ്ഞ, മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ടെക്നോക്രാറ്റ് ധനമന്ത്രി എന്നാണ് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത്. മൻമോഹൻ സിംഗ് 1991 ജൂലൈ 24-ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലൂടെയാണ് ഇന്ത്യൻ ഉദാരവൽക്കരണത്തിന് തുടക്കമായത്. 1991 മുതൽ 1996 വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ബജറ്റുകൾ രാജ്യത്തെ സാമ്പത്തിക വ്യവസായ രംഗങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ വലുതാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അഴിക്കണമെന്നും പൊതുമേഖലകൾ സ്വകാര്യ മേഖലകൾക്കായി തുറക്കണമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് നിർദ്ദേശിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന നടത്തി നരേന്ദ്രമോദി സർക്കാർ പൊതുമേഖലയെ തകർക്കുന്നേ എന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും നിലവിളിക്കുമ്പോൾ അതിനൊക്കെ തുടക്കമിട്ടത് മൻമോഹൻ സിംഗ് എന്ന മഹത് വ്യക്തിയായിരുന്നു എന്നത് ഇവിടുത്തെ കോൺഗ്രസുകാർ അറിയാതെ പോയി. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു പിന്നിലെ ചരിത്രവും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് പത്രസമ്മേളനത്തിൽ കീറിക്കളഞ്ഞ് അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചതുമൊക്കെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ആദ്യം മൻമോഹൻ സിംഗ് സർക്കാരിനെ ഇടതു പാർട്ടികൾ ചങ്ങലക്കിട്ട് അടിമയാക്കാൻ ശ്രമിച്ചതും, അദ്ദേഹത്തെ മുൻനിർത്തി ഒരു കുടുംബം രാജ്യം ഭരിച്ചതും, അഴിമതിക്കാർ നിറഞ്ഞ കൂട്ടുകക്ഷി ഭരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സാമ്പത്തിക വളർച്ചയിൽ കുറെ കൂടി മുന്നോട്ട് പോയേനെ എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ തലവര കൂടി മാറിയേനെ. 2016-ൽ തന്റെ 2ാം പ്രധാനമന്ത്രി പദത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ചരിത്രം എന്നോട് മാധ്യമങ്ങളെക്കാൾ ദയ കാണിക്കും. ദുർബലനായ പ്രധാനമന്ത്രി എന്ന പേരിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ട സമയത്തായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ആദരവ് രാജ്യം നൽകിയിട്ടില്ല. സാമ്പത്തികമായി തകർന്ന ഇന്ത്യയെ രക്ഷിച്ചെടുത്ത അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനോട് ചെയ്ത നന്ദികേട് രാജ്യം മറന്നിട്ടില്ല. ഒരു കുടുംബത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിന്റെ പേരിൽ
PV നരസിംഹറാവുവിന്റെ മൃതദേഹത്തോട് പോലും അവർ അനാദരവ് കാട്ടി. നശിച്ച സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയം പിന്തുടർന്ന് തകർന്നു തരിപ്പണമായ ഇന്ത്യയെ PV നരസിംഹറാവുവും മൻമോഹൻ സിംഗും ചേർന്നാണ് രക്ഷിച്ചെടുത്തതും ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ട അടിത്തറ കെട്ടിപ്പൊക്കിയതും. PV നരസിംഹറാവുവിന്റെ അവസ്ഥ മൻമോഹൻ സിംഗിന് ഉണ്ടാകാതിരിക്കട്ടെ. ചരിത്രം അദ്ദേഹത്തോട് ദയ കാട്ടുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ് പലപ്പോഴും. പലരുടെയും താല്പര്യങ്ങളും അധികാരവും കുടുംബവാഴ്ചയും ഒക്കെ നിലനിർത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ചരിത്രങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല. PV നരസിംഹറാവുവിന്റെ സംഭാവനകൾ കണ്ടില്ലെന്ന് നടിക്കാനും അവഗണിക്കാനും കുറെ ശ്രമങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹം ആരായിരുന്നുവെന്നും ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നും അദ്ദേഹത്തെ ആരാണ് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചതെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉത്തമ ബോധ്യമുണ്ട്. മൻമോഹൻ സിംഗ് എന്ന മഹാപ്രതിഭയെ വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാത്തതിൽ രാജ്യം ലജ്ജിക്കുക തന്നെ വേണം. ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാക്കി അദ്ദേഹത്തെ ഒതുക്കിയത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയും പിന്നിൽ നിന്ന് അദ്ദേഹത്തെ നയിച്ച കുടുംബവും തന്നെയാണ്. മഹാപ്രതിഭയ്ക്ക് വിട. ചരിത്ര ഭംഗിയോട് ദയ കാട്ടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.